സലാമുണ്ട് കേട്ടോ. സലാം. കെ ആർ ഗൗരി അമ്മയുടെ കാലം മുതൽ കേരളം ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വനിതാ മുഖ്യമന്ത്രിനെ കേരളത്തിന് കിട്ടും, ഒരു വനിതാ മുഖ്യമന്ത്രിനെ കേരളത്തിന് കിട്ടും എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കൊരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പിന്നെ പ്രതിഭ പാട്ടീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതി വന്ന്, പിന്നെ ഇപ്പോൾ ദ്രൗപദി മുർമു എന്ന് പറഞ്ഞ വനിതാ രാഷ്ട്രപതി വന്ന്, അങ്ങനെ ഒരുപാട് വനിതകൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കേന്ദ്രബിന്ദുവായിട്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ പറയണമെന്ന് വെച്ചാൽ കാര്യമുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ വലിയ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഈ ജൂൺ 4-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് പോലും പുറത്തു വരുന്നതോടുകൂടി അതിങ്ങനെ മറന്നു നീക്കി പുറത്തു വരും. അത് അപ്പം നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ അപ്പം അങ്ങോട്ട് ചെയ്യാം. ഇപ്പോൾ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മരുമക്കത്തായും മക്കത്തായും ഇവിടെ നടക്കില്ല. എവിടെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ മക്കത്തായും മരുമക്കത്തായും നടക്കാമെന്ന് വെച്ച് ആരും ഇതിന് വെള്ളം അടുപ്പത്ത് വയ്ക്കണ്ടെന്ന് പറയണത്. അതിവിടെ നടക്കില്ല. ഈ പിണറായി വിജയൻ തൻ്റെ മരുമോനായ റിയാസിനെ ഏതെങ്കിലും വിധത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയേക്കാണ്. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാനാണ് ഇപ്പോൾ MP ഗോവിന്ദൻ പറയണേ. അതായത് ഈ റിയാസിനെ മുഖ്യമന്ത്രി ആക്കാൻ കണക്കാക്കിയിട്ട് പിണറായി വിജയൻ നേരത്തെ മുതൽ ഒരുപാട് കളി അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. അതിൽ കണ്ണൂർ ലോബിക്ക് കൃത്യമായ ഒരു ഭയങ്കരമായിട്ടൊരു എതിർപ്പുണ്ട്. അവർ കൃത്യമായിട്ട് അതിന് പണി കൊടുക്കുമെന്നും പറഞ്ഞ് അവർ നിൽക്കുന്നുണ്ട്. ഒരു പണിയെന്ന് പറഞ്ഞാൽ 8-ൻ്റെ പണിയെന്നാണ് അവർ ആദ്യം പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് 16-ൻ്റെ പണിയായിട്ട് അവർ മാറ്റി കൊടുക്കുമെന്നാണ് അറിയാൻ പറ്റണേ. ഇപ്പോൾ റിയാസിനെതിരെ ഏതാണ്ട് ഷംസീറൊക്കെ മൊത്തത്തിൽ ഇപ്പോൾ രംഗത്തിറങ്ങി കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് പിണറായി വിജയനും നല്ല ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മരുമോനെ തൂത്തുപിടിച്ച് എങ്ങനെയെങ്കിലും അവിടെ കയറ്റിയിരുത്തണം എന്നുള്ള ഒരു ധാരണയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വടകരയിൽ ശൈലജ ടീച്ചറിനെ നിർത്തി മത്സരിപ്പിച്ചത് ലോകസഭയിലേക്ക്. എങ്ങനെ ഈ ശൈലജ ടീച്ചർ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാലും തോറ്റാലും പിണറായി വിജയൻ ജയിച്ച്. അതെങ്ങനെ? ഇപ്പോൾ പണ്ടൊക്കെ കാരണവന്മാരൊരു കാര്യം പറയില്ല, ആന നിന്നാലും ആന ചരിഞ്ഞാലും പന്തീരായിരുന്ന പറയണത്. അതായത് ആന ഈ ജീവി വീണി ചത്താലും, അതായത് ചരിഞ്ഞാലും നിന്നാലും കാശണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശൈലജ ടീച്ചർ വടകരയിൽ നിന്ന് തോറ്റാലും ജയിച്ചാലും അതിൻ്റെ ഗുണം പിണറായി വിജയൻ തന്നെയാണ്. ആ ഒറ്റ കാര്യം ലാക്കാക്കിയിട്ടാണ് ശൈലജ ടീച്ചറെ പിണറായി വിജയൻ വടകരയിൽ നിർത്തി മത്സരിപ്പിച്ചത്. അവിടെ തോറ്റു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറിൻ്റെ രാഷ്ട്രീയ ഭാവി പോയി. പിന്നെ CPM എന്ന പാർട്ടിയിലേക്ക് ശൈലജ ടീച്ചറിനെ കൊണ്ടുവരാൻ പിണറായി വിജയൻ സമ്മതിക്കില്ല. ഏതാണ്ട് പാർട്ടിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ ഇപ്പോൾ പുള്ളിയുടെ കയ്യിൽ തന്നെയാണല്ലോ. ഭരണവും പോളിറ്റ് ബ്യൂറോവും എല്ലാം പുള്ളിയുടെ കൈയാണ്. ഇപ്പോൾ കേരളത്തിൽ CPM എന്തെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമം പിണറായി വിജയൻ. പണ്ട് അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ദിര എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര. ഇപ്പം ഇന്ത്യ മുന്നണിയിലെ ഒരാളാണല്ലോ പിണറായി വിജയൻ. ഈ പിണറായി വിജയൻ CPM എന്ന പിണറായി, കേരളത്തിലെ CPM എന്ന പിണറായി, പിണറായി എന്ന CPM എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാണ്. പക്ഷേ അതിവിടെ നടക്കൂല കേട്ടോ. ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാരാണ് ആര് പറഞ്ഞേക്കണ ഗോവിന്ദൻ മാഷ്. ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. മക്കത്തായോ മരുമക്കത്തായോ എന്ന് CPM ഞാനിവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്തോളം നടക്കൂല എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞേക്കണേ. ഗോവിന്ദൻ മാഷ് പറഞ്ഞതിലും വലിയ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരാണ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. CPM ആരുടെ പടവും മറ്റുകൊണ്ട് ചെല്ലുമെന്നാണ് ഗോവിന്ദൻ മാഷ് ചോദിക്കണേ. എടുത്ത് പറയാനായിട്ടൊരു നേതാവാരാ? ഏതെങ്കിലും ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വേണ്ടേ മത്സരിക്കാൻ? മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരെ കാണിക്കും? ഈ പിണറായി വിജയൻ്റെ പടം പോസ്റ്റ് അടിച്ച് വെച്ചിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലാൻ പറ്റുമെന്ന് ചോദിക്കണം. വേണ്ട, പിണറായി വിജയൻ വേണ്ട, അതിന് തൊട്ട് താഴെയുള്ള കുറേ ആളുകളായിക്കോട്ടെ, തോമസ് ഐസക് ആയിക്കോട്ടെ, AK ബാലനായിക്കോട്ടെ, അങ്ങനെ കുറേ ആളുകളെ വച്ച്, ഇപ്പോൾ ശ്രീമതി ടീച്ചർ അല്ലെങ്കിൽ EP ജയരാജൻ, ഇങ്ങനെ കുറേ ആളുകളെയൊക്കെ വച്ചിട്ട് ചെല്ലാന്ന് വെച്ചാൽ നടക്കില്ല എന്ന് തന്നെയാണ് ഈ MP ഗോവിന്ദന് കൃത്യമായിട്ട് അതറിയാം. എല്ലാവരും ഇപ്പോൾ കോർപ്പറേറ്റ് ഭീമന്മാരുടെ പിടിയിലാണെന്ന് പറയണേ. മുഖ്യമന്ത്രിയുടെയൊക്കെ ഏതാണ്ട് വരുമാനമല്ല, മുഖ്യമന്ത്രിയുടെയൊക്കെ ആസ്തി പറയുന്നത് ഏതാണ്ട് 25,000 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറയണേ. അതിൻ്റെ കൃത്യമായ കണക്കൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ വേറെ ഒരു CPMൻ്റെ മറ്റ് നേതാക്കന്മാരെ കുറിച്ചൊന്നും ഇങ്ങനെ പറഞ്ഞു കേൾക്കണില്ല. എല്ലാവർക്കും അത്യാവശ്യം കോടികളൊക്കെ ഉണ്ട്, പക്ഷേ 25,000 കോടിയുടെ കണക്കൊന്നും ആരും പറഞ്ഞു കേൾക്കണില്ല.
അപ്പോൾ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ ഒരാളുടെ പടം വച്ചടിച്ചുകൊണ്ട് അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കാൻ പറ്റില്ല എന്ന് എം.വി. ഗോവിന്ദൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എം.വി. ഗോവിന്ദൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്തി കളിക്കാനായിരുന്നു എം.വി. ഗോവിന്ദൻ്റെ താല്പര്യം. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറിനെ നിർത്തി മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആക്കണം, മുഖ്യമന്ത്രരി ആവും എന്നുള്ള കണക്കൂട്ടിലാണ് ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ ആവുമെന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞപ്പോൾ തന്നെ CPM-കാരിൽ ചിലരൊക്കെ കണക്കൂട്ടുണ്ടായി. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ആളാരാ? കെ ശൈലജയാണ്. പിന്നെ മന്ത്രിസഭ രൂപീകരണം വന്നപ്പോൾ നോക്കണം, കെ ശൈലജ ആട് കിടന്നോടത്ത് പൂട പോലുമില്ല എന്നുള്ള മട്ടിൽ ആ പരിസരത്ത് എവിടെയും കെ ശൈലജയുടെ പേര് പോലുമില്ല. മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അല്ലാണ്ട് വേറെ പഴമുഖങ്ങളൊന്നും വേറെ ആരും വേണ്ട, പഴയ ആൾക്കാർ ആരും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് റാൻ മൂളിനെ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്ത് മുഖ്യമന്ത്രി ഒരു ഭരണവണ്ടി അങ്ങോട്ട് സംഘടിപ്പിച്ച്, ഏത് നമ്മുടെ നവകേരള യാത്രയ്ക്ക് പോണ പോലെ അന്ന് തന്നെ ഒരു വണ്ടി അങ്ങോട്ട് ഉണ്ടാക്കുന്ന പോലെയാണ് ഒരു ഭരണവണ്ടി ഉണ്ടാക്കിയത് മന്ത്രിസഭ. അതിൽ പഴയ മുഖങ്ങൾ ആരുമില്ല. അതിനു മുമ്പ് തന്നെ തോമസ് ഐസക്കിനെയും ജി സുധാകരനെയൊക്കെ മുഖ്യമന്ത്രി അങ്ങോട്ട് വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അത് അച്യുതാനന്ദൻ്റെ കാലത്ത് പോലെ വെട്ടൽ തുടങ്ങിയതാണ്. ഇപ്പം പാർട്ടിയും പോളിറ്റ് ബ്യൂറോവും ഭരണവും ഒക്കെ പിണറായി വിജയൻ്റെ കയ്യിലായി. ഇതിനൊരു അറുതി പറഞ്ഞെന്ന് കണക്കാക്കി എം.വി. ഗോവിന്ദൻ കളിച്ചുകൊണ്ട് നിൽപ്പാണ് വടകരയിൽ ശൈലജ ടീച്ചറെ നിർത്തി മത്സരിപ്പിച്ച് ലോക്സഭയിലേക്ക് പറഞ്ഞയക്കാൻ പോണു. ജയിച്ചു കഴിഞ്ഞാൽ അവർ ഡൽഹിക്ക് പോക്കോളും, കേരളത്തിൽ ഇടങ്ങേറുണ്ടാക്കില്ല. അപ്പോൾ കേരളത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മരുമോനെ നിർത്തി ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കണം. ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് ഗോവിന്ദൻ മാഷും. ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ചില ഉള്ളുകള്ളികളൊക്കെ പുറത്ത് പറഞ്ഞ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ CPM-ൻ്റെ 2 വിഭാഗമാണ് വടകരയിൽ ഇറങ്ങിയത്. ഒന്ന് ശൈലജ ടീച്ചർ തോപ്പിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങി, ഒന്ന് ശൈലജ ടീച്ചറിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടീം. ആ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ടീമിൽ ഉള്ള ആളുകളാണ് ഗോവിന്ദൻ മാഷൊക്കെ. ഇപ്പോൾ ശൈലജ ടീച്ചർ MP ആയിട്ട് ജയിച്ചു കഴിഞ്ഞാലും അവർ വേണമെങ്കിൽ രാജിവെപ്പിച്ച് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാമല്ല. തോറ്റു കഴിഞ്ഞാൽ അവരുടെ ജനസമ്മതിയില്ല എന്നുള്ള മട്ടിൽ വേണമെങ്കിൽ അവരെ തള്ളിക്കളയാൻ പറ്റും. അതുകൊണ്ട് അവരെ 2 വോട്ടിനെങ്കിൽ 2 വോട്ടിന് ഈ 2 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവർ ജയിപ്പിക്കാൻ വേണ്ടിയാണ് എം.വി. ഗോവിന്ദൻ്റെ ആളുകൾക്ക് കൂടി വടകരയിൽ ഇറങ്ങി നടന്നത്. ഏത് വിധേനയും ഇവർ തോപ്പിച്ചടങ്ങുള്ളുന്ന മട്ടിലാണ് പിണറായി പക്ഷക്കാർ ഇറങ്ങി നടന്നതെന്നാണ് പറയണത്. അങ്ങനെയാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം മുതൽ അതുപോലെ തന്നെ ശൈലജ ടീച്ചറിൻ്റെ മോർഫ് ചെയ്ത ഒരു മറ്റേ വീഡിയോ വന്നല്ല, ആ വീഡിയോയുടെ ഒക്കെ പുറകിൽ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ ആൾ പിണറായി വിജയൻ്റെ ആളുകൾ തന്നെയാണെന്നാണ് പറഞ്ഞു കേൾക്കണതല്ല, അങ്ങനെയാണെന്ന് തന്നെയാണ് CPM-ൻ്റെ അകത്ത് നിന്ന് തന്നെ ചില വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് വിധേനയും ശൈലജ ടീച്ചർ അങ്ങോട്ട് വെട്ടി നിരത്താൻ വേണ്ടി പിണറായി വിജയൻ കളിച്ചൊരു കളിയാണിത്. പക്ഷേങ്കിൽ ഇവിടെ മക്കത്തായും മരുമക്കത്തായും നടക്കില്ല എന്നുള്ള കട്ടായം തീരുമാനിച്ച് ഉറപ്പിച്ച് എം.വി. ഗോവിന്ദന് മുന്നോട്ട് പോകണം. അതിനാരെങ്കിലും വെള്ളം വച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. റിയാസിനെ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, മരുമക്കത്തായും ഇവിടെ നടക്കില്ല, മുഖ്യമന്ത്രിയാക്കാന്ന് പിണറായി വിജയൻ സ്വപ്നം പോലും കാണാമെന്നാണ് എം.വി. ഗോവിന്ദൻ പറയണത്. അപ്പോൾ എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകെ ജഗ പോകുകയാവും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതിനിടയിലാണ് ഇപ്പോൾ ഈ കെ ശൈലജ ടീച്ചറിൻ്റെ എതിരെ ഹരിഹരൻ ഒരു പ്രശ്നം ഉന്നയിച്ചില്ല. മഞ്ജു വാര്യർ എന്ന നടിക്കും ശൈലജ ടീച്ചറിനെതിരെ സ്ത്രീ വിരുദ്ധ പ്രഖ്യാപനം നടത്തിയ പ്രസംഗത്തിൻ്റെ ഇടയിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിങ്ങനെ ആളിക്കത്തിപ്പിച്ച് ഇങ്ങനെ ഹരിഹരൻ്റെ വീടിന് നേരെ ബോംബെറിയിപ്പിക്കലും ഒക്കെ ഉണ്ടായത് വലിയ പുകിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഏത് വിധേനയും ഇടങ്ങേറുണ്ടാക്കുന്ന തരത്തിൽ ഒരു പരിപാടികൾ നടത്തിയേക്കുന്നത് ഈ പിണറായി വിജയൻ്റെ കീഴിലുള്ള ആളുകൾ തന്നെയാണെന്നാണ് അറിയപ്പെടുന്നത്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ്റെ ചില നീക്കങ്ങൾ. എന്തായാലും ഒരു കാരണവശാലും CPM-ൽ ഇനി മക്കത്തായോ മരുമക്കത്തായോ ഒന്നും നടക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 84,000 ശിഷ്ടം വോട്ടിനാണ് അവിടെ കെ മുരളീധരൻ UDF-ൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം 84,000 വോട്ട് 4,000 കിട്ടിയില്ലെങ്കിലും പറ്റില്ല, വെറും 4 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണെങ്കിലും ശൈലജ ടീച്ചറിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലും ഒറ്റ ചിന്തയിലുമാണ് എം.വി. ഗോവിന്ദൻ്റെ ടീമും അവിടെ വടകരയിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് 2ാം ടീം. 2 ടീമാണ് വടകരയിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഏത് ടീമിൻ്റെ പ്രവർത്തനമാണ് അവിടെ വിജയിക്കാൻ പോകണം എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും തോറ്റാലും ജയിച്ചാലും പിണറായി വിജയൻ അവിടെ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി. ഒരു കാരണവശാലും റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്താൻ വേണ്ടിയുള്ള ഒരു പണിയും കൊണ്ട് പിണറായി വിജയൻ പിണറായി വിജയനെ പാർട്ടിയിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കും എന്നുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ കേൾക്കണം. അതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കണം എം.വി. ഗോവിന്ദൻ. ഇവിടെ സമ്മതിക്കില്ല, മരുമക്കത്തായും മക്കത്തായും സമ്മതിക്കില്ല. അതിനാരെങ്കിലും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ബാങ്ങി വെച്ചേക്ക് നടക്കില്ല എന്നാണ് എം.വി. ഗോവിന്ദനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ പറയണേ. എന്തായാലും ഈ ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും ചിത്രം എന്നുള്ളത്. അപ്പോൾ അന്ന് അങ്ങനെ ആയിക്കോട്ടെ. സലാം.